எல்லாருக்கும் நமஸ்காரம். அன்னைக்கு வணக்கம், தந்தைக்கு வணக்கம், ஆசானுக்கு வணக்கம், 18 സിദ്ധர்களுக்கு വണക്കം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകരിൽ പല ആളുകളും എന്നെ വിളിച്ച് 2-3 ദിവസം കൊണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, കൂടുതലും സ്ത്രീകളും പുരുഷന്മാരും ഈ കുടവയർ എങ്ങനെ നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ കുടവയർ കുറയ്ക്കാനായിട്ട് പല പല ടെക്നിക്ക് പരിപാടികളൊക്കെ ഉണ്ട്, എക്സസൈസ് ഉണ്ട്, അങ്ങനെ പല രീതിയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. പക്ഷേ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അത് കുറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവരെ പോലുള്ള ആളുകളാണ് കൂടുതലും എന്നെ വിളിച്ച് ചോദിക്കുന്നത്. അപ്പൊ ഇതിന് ഒരു നല്ല ഒരു അടിപൊളി ഒരു പാനീയം ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത് സ്ഥിരമായിട്ട് കഴിക്കണം. പക്ഷെ കഴിക്കുന്നതനുസരിച്ചിട്ട് ആ കുടവയറ് കുറയും, അവസാനം ഇല്ലാതാവും. അതോടൊപ്പം തന്നെ ഒരു തൈലം, ഫാറ്റി ഓയിൽ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു തൈലമുണ്ട്. ആ തൈലം അതും കൂടി ആ സ്കിന്നിന്റെ പുറകിൽ എവിടെയാണോ കൂടുതൽ നമ്മളുടെ ചത ഭാഗം കൂടുതൽ ഉള്ളത് ആ ഭാഗത്ത് ഇടുകയാണെങ്കിൽ അതിഗംഭീരമായിട്ട് അത് എഫക്റ്റീവ് ആകുന്നതാണ്. പല ആളുകളും അത് ഉപയോഗിച്ച് നോക്കി അതിന്റെ റിസൾട്ട് കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കഷായം മാത്രം തുടർന്ന് കുടിച്ചാലും ഇതേ അനുഭവങ്ങൾ തന്നെ ഉണ്ടാകും. പക്ഷേ കുറച്ച് ദിവസം കൂടുതൽ കുടിക്കണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഈ തൈലം മാത്രം ഉപയോഗിച്ചാലും മതി. അതും പെട്ടെന്ന് തന്നെ ഒരാഴ്ചയിൽ തന്നെ നമുക്ക് അതിൻ്റെ നല്ല ഒരു റിസൾട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇത് രണ്ടും കൂടെ ചേർത്ത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നോടിയായിട്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി ഇത് പകർന്നു കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും നല്ല മെസ്സേജുകൾ നിങ്ങൾക്ക് വീഡിയോയിൽ കൂടി തരുവാൻ എനിക്കൊരു ഇംപ്രഷൻ ആകൂ എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമ്മൾ ഒരു 150 മില്ലി വെള്ളം എടുക്കുക. നന്നായിട്ട് തിളപ്പിക്കുക. ആ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഒഴിച്ചിട്ട് ഒരു 2 പല്ല് വെളുത്തുള്ളി തൊലി കളഞ്ഞത്, ഈ ചില ദേശങ്ങളിൽ പൂണ്ടെന്ന് പറയും, ചില ദേശങ്ങളിൽ വെളുത്തുള്ളി എന്ന് പറയും. കൊല്ലത്തൊക്കെ ഞങ്ങൾ വെളുത്തുള്ളി എന്നാ പറയുന്നത്. പക്ഷെ ഇപ്പൊ കടകളിൽ ചെല്ലുമ്പോൾ പൂണ്ട് എന്നാ പറയുന്നത്. ആദ്യം എനിക്ക് മനസ്സിലായില്ല, പിന്നീടാണ് സംഗതി പിടി കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് പൂണ്ടെന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പം വേണ്ട. ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ ഉള്ള വീഡിയോയിൽ പൂണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് മനസ്സിലാകാത്തവർ അത് പൂണ്ടെന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോ 2 പല്ല്, അതായത് വെളുത്തുള്ളി ഒരു ഉണ്ടായിട്ടല്ലേ ഇരിക്കുന്നത്, അതിന്റെ ഒരു 2 അല്ലി, പല്ലെന്ന് പറയുന്നതിന് പകരം അല്ലി, ആ അല്ലി നമ്മൾ എടുക്കുക. തൊലി കളഞ്ഞിട്ട് വേണം എടുക്കാൻ. എടുത്ത് വയ്ക്കുക. വച്ചിട്ട് ഈ 1 ഗ്ലാസ് തിളപ്പിച്ച് ഒഴിച്ചു വച്ചിരിക്കുന്ന വെള്ളത്തിൽ 1 നാരങ്ങ നീര് മൊത്തം പിഴിഞ്ഞ് ഒഴിക്കുക. 1 നാരങ്ങ മൊത്തം നീര് പിഴിഞ്ഞ് അതിൽ ഒഴിച്ചിട്ട് അതോടൊപ്പം തന്നെ ഈ 2 അല്ലി പൂണ്ട് അതിൽ ഇട്ട് വയ്ക്കുക. ഒരു 15 മിനിറ്റ് അതിന് സാവകാശം കൊടുക്കുക. അത് അതിൽ കിടന്ന് അതിൻ്റെ ആ മരുന്നിന്റെ സത്തുക്കളെല്ലാം തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം അതിൽ ലയിക്കുന്നതാണ് ആ 15 മിനിറ്റ്. എന്നിട്ട് ഇതെടുത്ത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുക. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുടവയർ അപ്രത്യക്ഷമാകുന്നത് കാണാം.
എനിക്ക് കുടവയറില്ല. അല്ലെങ്കിൽ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ കുടവയർ ഉള്ള, വയറ് ചാടിക്കിടക്കുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നും കൂടി ഓർക്കുക. എപ്പോഴും ആരോഗ്യവാനായ ഒരു വ്യക്തിയുടെ ആരോഗ്യം കാണുമ്പോൾ തന്നെ നിർണയിക്കപ്പെടുന്നത് അവരുടെ നെഞ്ചിന്റെ ഉള്ളിലായിരിക്കണം വയറിന്റെ ഭാഗം നിൽക്കേണ്ടത്. അങ്ങനെ ഉള്ളവരാണ് ആരോഗ്യവാന്മാർ എന്ന് സിദ്ധ മർമ്മ ചികിത്സയിൽ പറയുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി, ഒരുപാട് പേര് നമ്മുടെ കായകൽപ്പത്തെ കുറിച്ച് അന്വേഷിച്ചു. വളരെ നന്ദി. പക്ഷേ അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എന്താണെങ്കിലും എൻ്റെ സമയമനുസരിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് അതിന്റെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.